ആ കസാലയിൽ ഇരിക്കണ പിണറായി, ഈ സൈഡിൽ ഇരിക്കണ കുഞ്ഞാലിക്കുട്ടിയല്ല. ഇത് നിയമസഭയിലെ ചർച്ച ഒന്നല്ല എടുക്കണേ. ഒരുത്തനക്ക് ഇപ്പം എങ്ങനെ പണിയെടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. ഓൻ്റെയൊക്കെ ഒരു മനസ്സൊക്കെ നിങ്ങളെ പണിയെടുക്കാൻ പോലെ എല്ലാവരും ഉസാറാണ്. കൂട്ടത്തിൽ ഞാനും ഇട്ടാ അങ്ങനെ കേക്കും കുറച്ച് സാധനങ്ങളും മേടിച്ചാണ് നമ്മൾ പോരാന്ന് വിചാരിച്ചു. അലമ്പാക്കലാണല്ലോ ഷജി നമ്മളെ മെയിൻ പരിപാടി. അങ്ങനെ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും വിളിച്ചാണ് നമ്മൾ അവൻ്റെ പേരേക്ക് നേരെ വിട്ട്. കൂട്ടത്തിൽ ക്യാമറയ്ക്ക് വരാനുള്ള മടിയുള്ള ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഒരുത്തന്. അത് ഇബനാണ്. ഇബനെ ഞാൻ ഒരു ദിവസം ക്യാമറൻ്റെ മുന്നിൽ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ അവൻ്റെ പേരൻ്റെ സൈഡിലാണ്ട് എത്തി. ഈ കാത്തിരിക്കണം എന്താ വെച്ചാൽ കൂട്ടത്തിൽ 4-5 വരാണ്ട് ഓലെ ഈ കാത്തിരിക്കണം. ഇത് എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ്. എത്ര വിളിച്ചാലും നേരം വൈകി വരുന്ന കുറച്ച് ടീംസ്. നാട്ടിലെ താത്താരും കാക്കാരും പറഞ്ഞാൽ കയ്യും വീശി ഒരു പെരീക്ക് നമ്മൾ കയറി ചെല്ലാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൈക്കിലും ഓരോ സാധനം നമ്മളോട് കൊടുത്തു. കൈയും വീശി കയറണ്ടാച്ചിട്ട് ഇതൊരു പഞ്ചായത്തിനുള്ള ടീമുണ്ട്. ഓൻ്റെ പേരിൽ ചെന്നാണ്ട് നമ്മൾ സർപ്രൈസാണ് പൊട്ടിച്ചു. ചെക്കണ്ട് നെട്ടി തരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തരിച്ചില്ല. കാരണം ഓൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ വരണ്ട് കണ്ടുകണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇടാൻ പറഞ്ഞ എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നലിട്ട് ഞങ്ങൾക്ക്. ഓൻ്റെ അമ്മേൻ്റെ ഒക്കെ നമുക്ക് നല്ലൊരു അടിപൊളി ഷർട്ടും പാനാണ്ട് കിട്ടി. പിന്നെ കേക്ക് കുറിച്ചാനാണ്ട് നിന്നു. ഇതാണ് ഓൻ്റെ അമ്മ കൊടുത്തത്. ചെക്കനെ കാണാനുള്ള ലുക്കൊക്കെ ഉണ്ടല്ലേ. 18 വയസ്സായി തന്തായിക്കണിപ്പോൾ. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നാണ്ട് ഓനെ വട്ടത്തിലും തിരുക്കോണത്തിലൊക്കെ ഇരുന്നാണ്ട് ഊക്കിയാണ്ട് വിട്ട്. ഓൻ്റെ ചിലവായിട്ട് ഓൻ്റെ അമ്മ ഞങ്ങൾക്ക് പൊറാട്ടയും കോഴിക്കറിയൊക്കെ വെച്ചന്ന്. നമ്മളൊക്കെ തിന്നാണ്ട് പുറത്ത് കണ്ട് ഇറങ്ങി കുറച്ചേരം വർത്താനം പറയാൻ. ഈ കാട്ടിയത് ശരിയല്ല. ഇതിന് നമ്മൾ കൊടുത്തിരിക്കും. ഇനി ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നാളെ വരണ്ട്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓനക്കൊന്ന് പണിയെടുത്താട്ടെ. എന്നാൽ ഓക്കെ.